ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ഇതുവരെ ആരും ട്രൈ ചെയ്ത് നോക്കാത്ത ഒരു വെറൈറ്റി റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അതിനായിട്ട് ഇവിടെ 3 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. അതുപോലെ ചക്കക്കുരുവും തൊലി കളഞ്ഞിട്ട് ഒരു കുക്കറിൽ 2 കപ്പ് വെള്ളം ഒഴിച്ച് വേവിച്ചെടുത്തതാണ്. അതിൻ്റെ ബ്രൗൺ ഭാഗമൊന്നും കളയാതെ തന്നെ വേവിച്ചെടുക്കണം. ഒരു സ്പൂൺ വെച്ച് നോക്കുമ്പോൾ സോഫ്റ്റ് ആയിട്ടുണ്ടാവണം, അതാണ് അതിൻ്റെ പാകം. അതിനായിട്ട് ശർക്കരപ്പാനി റെഡിയാക്കണം. ഞാനിവിടെ 1.5 കപ്പ് ശർക്കരപ്പൊടിയിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർത്ത് ഉരുക്കിയെടുക്കുന്നുണ്ട്. ഇനി എടുത്തതായിട്ട് ഒരു ജാറിലേക്ക് നേരത്തെ മാറ്റി വെച്ച് നേന്ത്രപ്പഴം ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് കട്ടിയുള്ള തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് അടിച്ചെടുക്കാം. ഇത് നേരത്തെ മാറ്റി വെച്ച് വേവിച്ചെടുത്ത ചക്കക്കുരു ചൂടൊക്കെ തണിഞ്ഞതിന് ശേഷം ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി സ്മൂത്ത് പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കണം. ഇനി ഇത് കട്ടകളൊന്നും ഇല്ലാതെ ഇത് അടിച്ചെടുത്തിട്ടുണ്ട്. സ്മൂത്തായിട്ട് തന്നെ അരച്ചെടുക്കണം. ഇനി ഞാനിതാ ഒരു പാത്രത്തിൽ കുറച്ച് നെയ്യ് വെച്ചെടുത്തിട്ടുണ്ട്. അത് നന്നായി ചൂടായതിനു ശേഷം ഇതിലേക്ക് ചക്കക്കുരുവും നേന്ത്രപ്പഴവും അടിച്ചെടുത്ത മിക്സ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി ഇളക്കി കൊടുക്കാം. നെയ്യും മിക്സൊക്കെ നന്നായി മിക്സ് ആയതിനു ശേഷം അതിലേക്ക് ഉരുക്കി വെച്ച ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഉരുക്കി വെച്ച ശർക്കരപ്പാനി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി ഇളക്കി കൊടുക്കാം. കട്ടകളൊന്നും ഇല്ലാതെ ഇളക്കിയെടുക്കണം. പിന്നെ അതിലേക്ക് 1/4 കപ്പ് അരിപ്പൊടി 3/4 കപ്പ് വെള്ളത്തിൽ കലക്കിയെടുത്ത് ചേർത്ത് കൊടുക്കാം. അത് നന്നായി ഇളക്കി കൊടുക്കാം. കൈയെടുക്കാതെ ഇളക്കി കൊടുക്കണം. കുറച്ച് ടൈം ഇങ്ങനെ ഇളക്കിക്കൊണ്ട് വെക്കുമ്പോൾ നെയ്യൊക്കെ ഇങ്ങനെ വിട്ട് വരുന്നത് കാണും. അതിലേക്ക് കുറച്ച് നട്സ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കൂടി നെയ്യ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ ഏലക്കായ്പ്പൊടിയും 1 പിഞ്ച് ഉപ്പും ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കുക. കൈവിടാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. പാത്രത്തിൽ നിന്നിങ്ങനെ വിട്ട് വരും, അതാണ് അതിൻ്റെ പാകമായത്. അരിപ്പൊടിയൊക്കെ ചേർത്തത് കൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ സെറ്റായി കിട്ടും. കൈവിടാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഇതുപോലെ പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്നതാണ് അതിൻ്റെ പാകം. ഇനി ഒരു പാത്രത്തിലേക്ക് നെയ്യ് തടവി നട്സ് ക്രഷ് ചെയ്തത് ഇട്ടെടുത്ത് അത് സെറ്റ് ചെയ്യാൻ വെക്കാം. ഒരു മിനിമം 5-6 മണിക്കൂറെങ്കിലും സെറ്റാക്കാൻ വെക്കണം. ഇനിയൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഈ രീതിയിലാണ് കട്ട് ചെയ്യുന്നത്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിക്ക്. അപ്പോൾ കറുത്ത പഴമൊക്കെ വീട്ടിലുണ്ടെങ്കിൽ വെറുതെ കളയാൻ നിൽക്കണ്ട, ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ചക്കക്കുരു വീട്ടിലുണ്ടാകുന്ന സമയത്ത് എന്തായാലും ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരാഴ്ച നമുക്ക് പുറത്ത് വെക്കാൻ കഴിയും. ഒരാഴ്ചയൊന്നും എത്തൂല, അതിനു മുമ്പ് തന്നെ തീരും. അത്രയും ടേസ്റ്റാണ്, അടിപൊളിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ.